യേശുക്രിസ്തു ഒരു ചരിത്രപുരുഷൻ കൂടെയാണ്. ലോക ചരിത്രത്തിൽ നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് യേശുക്രിസ്തു എന്ന് നമുക്കറിയാം. ജീസസ് ക്രൈസ്റ്റിന് തൊട്ടു മുമ്പായിട്ട് ചരിത്രത്തിൽ ഏറ്റവും വ്യക്തമായ സ്ഥാനം പിടിച്ചിട്ടുള്ള, എന്നാൽ ചരിത്രരേഖകളിൽ അധികം പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ജന്മത്തെക്കുറിച്ചും അല്പം ഈ എപ്പിസോഡിൽ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ചില ആളുകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്നേഹിതർ ചിലർ എന്നോട് സ്നാപക യോഹന്നാന്റെ ജീവചരിത്രത്തിന്റെ ആരംഭങ്ങളെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. യേശു കർത്താവിന്റെ ജനന സമയത്ത് ഹെരോദാവിന്റെ കൽപ്പനയാൽ ശിശുക്കളെ കൊന്നെടുക്കുന്ന ഒരു മഹാസംഭവം ഉണ്ടായി. യേശു കർത്താവിനേക്കാൾ 6 മാസം മാത്രം പ്രായം കൂടുതലുണ്ടായിരുന്ന യോഹന്നാന് എങ്ങനെ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ആ മഹാവിപത്തിൽ നിന്ന് രക്ഷ നേടാനായി? അതിനു പിന്നിലെ ചരിത്രമൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. നിരവധി പുസ്തകങ്ങളിൽ, പലപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് അതിന് അനുബന്ധമായി ലഭ്യമായ ചില ചരിത്ര പുസ്തകങ്ങളുടെ പിൻബലത്തോടെ ആ ചരിത്രത്തെ ഇന്ന് നമുക്ക് കേൾക്കാം. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം അവരുടെ പ്രവചന പുസ്തകങ്ങളാണ്. നിരവധി പ്രവചന പുസ്തകങ്ങളെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് യേശു കർത്താവിന്റെ ജനനം ഈ ഭൂമിയിൽ സംഭവിച്ചത്. ഇതേ സമയം യേശുവിന് മുൻഗാമിയായി വഴിയൊരുക്കുവാൻ വന്നവനായി യോഹന്നാന്റെ ജനനവും അത്ഭുതാവഹമായ ചരിത്രമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ ചരിത്രത്തിന്റെ ആധികാരിക രേഖകൾ 4 സുവിശേഷങ്ങൾ തന്നെയാണ്. ഈ സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ അവ്യക്തമായിട്ടുള്ള, വിവരിക്കപ്പെടാത്ത കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു സഞ്ചാരമാണ് ഈ എപ്പിസോഡിൽ നാം ആഗ്രഹിക്കുന്നത്. 2ാം ക്ഷേത്ര നിർമ്മിതി കാലഘട്ടം, അതായത് 2ാമത്തെ യഹൂദന്റെ ദേവാലയ നിർമ്മിതിയുടെ കാലഘട്ടങ്ങൾക്ക് ശേഷം മുൻപോട്ട് വരുമ്പോൾ ആത്മീയതയുടെ ഗ്രാഫ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് പോവുകയാണ്. മതഗ്രന്ഥങ്ങളിൽ ഇവയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവബന്ധത്തിൽ നിന്ന് യഹൂദൻ അകന്നുപോകുന്ന ഒരു കാലമായിട്ടാണ് ഈ ഭാഗങ്ങളെ ഇപ്പോൾ കാണുന്നത്. പഴയ നിയമ ചരിത്ര പുസ്തകങ്ങളിൽ അവസാനത്തതായി എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചേർക്കപ്പെട്ടിട്ടുള്ള മലാഖിയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള സമയത്തെ ഇരുണ്ട കാലഘട്ടം, ഡാർക്ക് ഏജസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ ഇരുണ്ട കാലഘട്ടങ്ങളിൽ യഹൂദന് നാമമാത്രമായ ദൈവബന്ധവും അവരെ അധികരിച്ചു നിർത്തേണ്ടതിന്, അവരെ ഒന്നിച്ചു നിർത്തേണ്ടതിന് പലപ്പോഴും കഴിയാത്ത വിധത്തിലുള്ള ആത്മീയ ശുഷ്കതയുമൊക്കെ ഈ ജനതയ്ക്ക് സംഭവ്യമായി എന്ന് ഈ ചരിത്ര പശ്ചാത്തലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് യോഹന്നാന്റെ പിതാവായിരുന്ന സെക്കരിയാവ് ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുന്നത്. അബിയാക്കൂറിൽ പെട്ട ഒരു പുരോഹിത അംഗമായിരുന്നു സെക്കരിയാവ്. 24 ഗ്രൂപ്പുകളായി പുരോഹിതന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇതിൽ 12 ഗ്രൂപ്പുകൾ 6 മാസമായി ശുശ്രൂഷകൾ ആലയത്തിൽ നിവർത്തിച്ചു പോന്നു. ഇതിൽ അബിയാ പുരോഹിതന്റെ ഗ്രൂപ്പിൽപ്പെട്ട, ആ വകുപ്പിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു സെക്കരിയാവ്. സെക്കരിയാവിന്റെ ഭാര്യയുടെ പേര് എലിസബത്ത് എന്നാണ്. ഏറിയ വർഷങ്ങൾ ഇവർക്ക് സന്താനങ്ങളില്ലായിരുന്നു. ഇപ്പോൾ അവർ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു. വൃദ്ധരായ ഈ ദമ്പതികൾക്ക് മക്കൾ ലഭിക്കേണ്ടതിന് അവർ നിരവധി തവണ പ്രാർത്ഥിച്ചു എന്ന് വേദപുസ്തകത്തിലും ഇതര പുസ്തകങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. ഈ പുസ്തകങ്ങൾക്ക് ആധികാരികമായ ഒരു ചരിത്രരേഖ ഫ്ലാവിയസ് ജോസിഫസിന്റെ ഏഷ്യൻ ഹിസ്റ്ററി ഓഫ് ജ്യൂസ് എന്ന പുസ്തകമാണ്. ആന്റിക്സ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ 2 പുസ്തകങ്ങളിലാണ് ഈ ഭാഗങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നത്. അബിയാക്കൂറിൽപ്പെട്ട ഈ വൃദ്ധ പുരോഹിതൻ ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അന്തർമന്ദിരത്തിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ദൂതൻ മാലാഖ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുവെന്നും അദ്ദേഹത്തിന് ഒരു മകൻ ജനിക്കുമെന്ന് അദ്ദേഹത്തോട് വാഗ്ദത്തം പറഞ്ഞുവെന്നുമാണ് ചരിത്ര രേഖ. ആ ജനിക്കപ്പെട്ട മകന് അത്ഭുത വിഷയമാകൊണ്ട് അവൻ ഇടേണ്ടുന്ന പേരും അവനോട് അരുളി ചെയ്തു. യോഹന്നാൻ എന്ന പേര് അവന് നൽകിക്കൊടുത്തു. ഇങ്ങനെ പിതാവിന് ലഭ്യമായി തീർന്ന ഈ വാഗ്ദത്തത്തെ യോഹന്നാന്റെ പിതാവായ സെക്കരിയാവ് അത് പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല. വാർദ്ധക്യത്തിന്റെ മൂർധന്യതയിൽ നിൽക്കുന്ന ഈ പടുവൃദ്ധനായ ഈ മനുഷ്യന് ഇനി സന്തതികൾ ജനിക്കുമെന്ന ആ വാക്കുകളെ ആ മനുഷ്യന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. തന്നിമിത്തം ആ സാഹചര്യങ്ങൾ സംഭവിക്കും വരെ, ഈ പറഞ്ഞ വാക്കുകൾ സഫലമാകും വരെ ഊമനായിരിക്കുമെന്ന് അവനോട് ദൂതൻ അരുളി ചെയ്തു. ദേവാലയത്തിന്റെ അങ്കണത്തിലുള്ള ജനത്തിന് പുരോഹിതൻ ഈ വിധത്തിൽ ഊമയായി തിരികെ വന്നത് കണ്ടിട്ട് എന്തോ ഒരു ദർശനമോ ഏതോ ഒരു ദൈവിക ഇടപാടോ ആ മനുഷ്യൻ ഉണ്ടായതായി അവർ ധരിക്കുന്നു. വീട്ടിൽ മടങ്ങിച്ചെന്ന് എലിസബത്തിനോട് വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു എഴുത്തുപലകയിൽ ഈ സംഭവങ്ങളെ വിവരിച്ചെഴുതി താൻ എലിസബത്തിനെയും
കാര്യങ്ങൾ അറിയിക്കുന്നു. കാലങ്ങൾ അല്പം കൂടെ കടന്നുപോയി. അതിനുശേഷം എലിസബത്ത് ഗർഭവതിയായി. അവൾ ഗർഭവതിയായിരിക്കുമ്പോൾ തന്റെ ചാർച്ചക്കാരിയായിരുന്ന മറിയ തന്നെ കാണാൻ വരുന്ന ഭാഗവും ഈ ചരിത്ര ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ഭാഗത്തെ കാണുന്നത് എലിസബത്ത് ലേവ്യ ഗോത്രത്തിൽ പെട്ട ആളായിരുന്നു എന്നാണ്. യഹൂദ ഗോത്രത്തിൽപ്പെട്ട മറിയയ്ക്ക് എങ്ങനെ എലിസബത്തുമായി ചാർച്ചയുണ്ടായി എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. യഹൂദന്മാർക്ക് പ്രമാണങ്ങൾ നൽകുമ്പോൾ സമ്പത്ത് മറ്റു ഗോത്രങ്ങളിലേക്ക് വാങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ഒരു ഗോത്രത്തിൽ ഉള്ളവർ തന്നെ കഴിവതും സംബന്ധത്തിലും വിവാഹത്തിലും ഏർപ്പെടുക അവരുടെ ഇടയിലെ ഒരു സാധാരണ നടപടിയാണ്. അങ്ങനെയെങ്കിൽ ഇവർ തമ്മിൽ എങ്ങനെ ബന്ധമുണ്ടായി എന്ന് പലരും ചോദിക്കാറുണ്ട്. മറിയ എലിസബത്തിന്റെ കസിൻ അല്ലെങ്കിൽ സിഗ്ജനിസ് ആയിരുന്നു എന്നാണ് ആ ഭാഗത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ പഴയ പേർഷ്യൻ പതിപ്പിൽ എഴുതിയിരിക്കുന്നത് അമ്മയുടെ സഹോദരി മെട്രാഡെൽഫ് എന്നാണ്. അമ്മയുടെ സഹോദരിയായിരുന്നു എലിസബത്ത് എന്നാണ് പേർഷ്യൻ പതിപ്പുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സെന്റ് ഹിപ്പോളിറ്റസിന്റെ നൈസഫോർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അതിന്റെ 2:3 വിവരിച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: 3 പെൺമക്കളായിരുന്നു മറിയയുടെ അമ്മ, സഹോദരങ്ങൾ എന്നാണ്. ആ 3 സഹോദരങ്ങളിൽ മൂത്തവളായിരുന്ന മറിയ അവളെ ബേദലഹേമിലേക്ക് വിവാഹം ചെയ്തു. അവളിൽ നിന്നാണ് ശലോമി ഉണ്ടായത് എന്ന് ചരിത്രം പറയുന്നു. സോബ ബേദലഹേമിലേക്കാണ് വിവാഹം ചെയ്യപ്പെട്ടത്. ആൻ ഒരു ഗലീലക്കാരനെ വിവാഹം ചെയ്യുകയും യേശു കർത്താവിന്റെ അമ്മയായ മേരിയെ പ്രസവിക്കുകയും ചെയ്തു എന്ന് ആ ചരിത്രത്തിൽ പറയുന്നുണ്ട്. മേരിയുടെ കസിനായിരുന്നു സെക്കരിയുടെ ഭാര്യയായിരുന്ന എലിസബത്ത് എന്നാണ് ചരിത്രഭാഗം. സെക്കരിയുടെ വീട് മലനാടിൽ, എഫ്രീം മലനാട്ടിൽ ഏതോ ഒരു പ്രദേശത്തായിരുന്നു എന്നും ചരിത്രം പറയുന്നുണ്ട്. പേരിടപ്പെടാത്ത ഒരു മലനാടിന്റെ ഒരു വനപ്രദേശത്തിന്റെ ഒരു പിന്നാമ്പുറത്തായിരുന്നു എന്ന് ആ ഭാഗം പറയുന്നുണ്ട്. ഹെബ്രോന് തെക്കുവശത്തുള്ള പുരോഹിത നഗരമായ ജറ്റയിലാണ് അവർ താമസിച്ചതെന്നും അനുബന്ധ രേഖകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഇടത്തായിരുന്നു മർത്യാസിന്റെ വീടുമെന്ന് ചില ചരിത്ര രേഖകളിലുണ്ട്. സൈമൺ മക്കാബീസിന്റെ പുസ്തകങ്ങളിലാണ് ഈ ഭാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുരിശുയുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന പാരമ്പര്യ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പുരോഹിത വൃന്ദങ്ങളുടെ ആധികാരികമായ പ്രവേശനങ്ങളും അവരുടെ പ്രവാസങ്ങളും വാസസ്ഥലങ്ങളും ഒക്കെ വിവരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എലിസബത്ത് ഗർഭം ധരിച്ച വിവരമറിഞ്ഞുകൊണ്ട് അവളോടൊപ്പം സന്തോഷിക്കുവാൻ മറിയ ചെല്ലുന്ന ഭാഗം വളരെ ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ്. അത് നമുക്ക് വളരെ പരിചിതവുമാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ വളരെ റയറാണ്. ഡാവിഞ്ചി വരച്ചിരിക്കുന്ന ഒരു ചിത്രം ഉണ്ട്. ആ ചിത്രത്തിൽ യോഹന്നാനും യേശുവും ഒന്നിച്ചുള്ള ഒരു ചിത്രമാണ്. വിവാദപരമായ ഒരു ചിത്രം തന്നെയാണ് അത് എന്ന് നമുക്കറിയാം. യോഹന്നാന്റെ ജനനത്തിന്റെ സമയത്തെ ചരിത്രത്തിലെങ്ങും എഴുതിയിട്ടില്ല. യേശു കർത്താവിന്റെ ജനന സമയം തന്നെ ചരിത്രത്തിൽ വിവാദപരമായിട്ടുള്ള ഒരു സംഭവമാണ്. ആണ്ടുകൾ ഏകദേശം ഗണിക്കാമെങ്കിലും ഡിസംബർ 25 യേശുവിന്റെ ജനന സമയമെന്ന് ചരിത്രപരമായി ആധികാരിക രേഖകൾ ഒന്നുമില്ല. ജ്യോതിശാസ്ത്രപരമായ ചില കണക്കുകൂട്ടലുകൾ കൊണ്ടാണ് ഈ ഒരു ഭാഗം അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പൗരാണികമായ ചില ചരിത്ര രേഖകളിൽ മജായികളുടെ പുസ്തകത്തിലേക്ക് ചില ചരിത്ര ഉദ്ധരണികളെ ചേർത്ത് വെച്ചാണ് ഈ ഡിസംബർ മാസം 25 യേശുവിന്റെ ജനനം എന്നൊരു ചിന്ത നമ്മുടെ ഇടയിൽ, ക്രൈസ്തവരുടെ ഇടയിൽ പ്രബലപ്പെടുന്നതിന് പിന്നിലെ ആധികാരികത എന്ന് മനസ്സിലാക്കാം. യോഹന്നാൻ ജനിച്ചു. ഇതേ സമയത്ത് യേശു ബേത്ലഹേമിൽ ജനിച്ചു. കടന്നുവന്ന വിദ്വാൻമാരായിട്ടുള്ള മജായികൾ, അവർ പേർഷ്യൻ പശ്ചാത്തലത്തിലുള്ളവരാണ്, സൗരാഷ്ട്ര മതക്കാരാണ്. ഇങ്ങനെയൊക്കെയാണ് ചരിത്രത്തിന്റെ ഭാഗങ്ങളുള്ളത്. ഏതെങ്കിലും അടുത്തൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ആ ഭാഗത്തെ നമുക്ക് വിവരിച്ച് കേൾക്കുവാൻ കഴിയും. ഇങ്ങനെ അവർ വന്നു. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നക്ഷത്രത്തെ പിൻഗമിച്ചു വന്നവർ പ്രവേശനം ചെയ്തു. അവിടെ നവജാതരായ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. തന്നിമിത്തം അവർ നക്ഷത്രത്തെ പിൻഗമിച്ച് ബേത്ലഹേമിലെത്തി യേശുവിനെയും മറിയയെയും കണ്ടു എന്ന് ചരിത്രത്തിലുണ്ട്. ശേഷം മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിച്ച് ഹെരോദാവ് പറഞ്ഞുവിടുമ്പോൾ തന്റെ രാജസ്ഥാനങ്ങൾക്കും അധികാരങ്ങൾക്കും വെല്ലുവിളിയായി മറ്റാരോ ജനിച്ചിരിക്കുന്നു എന്ന ഒരു ചിന്ത തന്നെ ഭരിക്കുന്നതുകൊണ്ട് ആ അസ്ഥിരതകളുടെയും വെല്ലുവിളികളുടെയും ചിന്ത നിമിത്തം ആ ശിശുവിനെ കൊന്നുകളയേണ്ടതിനുള്ള പദ്ധതിയുടെ ഭാഗമായി മടങ്ങി വന്ന് തന്നെ
സൂക്ഷ്മമായി വിവരമറിയിക്കുവാനുള്ള ഉത്തരവ് മജായികൾക്ക് അവൻ നൽകിയിരുന്നു. എന്നാൽ അവർ മടങ്ങി വരായികയാൽ ശിശുക്കളെ 2 വയസ്സിന് താഴെയുള്ള ശിശുക്കളെ അവർ തന്നോട് പറഞ്ഞ വാർത്തകളുടെയും വൃത്താന്തങ്ങളുടെയും ഏകദേശ ചിന്തകളുടെ ആധികാരികതയിൽ നിന്ന് അതിന്റെ കാലങ്ങളെ ഗണിച്ചെടുത്ത് കൊന്നുകളയുവാൻ തീരുമാനിച്ച് പ്രഖ്യാപനം ചെയ്യുന്നു. ഇതേസമയം ദൈവത്തിന്റെ ഒരു ദൂതൻ യോസഫിന് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശുവിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോകണമെന്നും സുരക്ഷിതനായി പാലിക്കണമെന്നും തന്നോട് യോസഫിനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് വലിയൊരു കുലയുടെ ചരിത്രവും നവജാതരായിട്ടുള്ള ആൺകുഞ്ഞുങ്ങളുടെ വലിയൊരു കുലപാതക പരമ്പരയും മാതാക്കളുടെ നിലവിളിയുമൊക്കെ യഹൂദന്മാർക്ക് പ്രവചനം ലഭിച്ചതുപോലെ സംഭവിച്ചു എന്നാണ് ചരിത്രഭാഗം. പിന്നെ നാം കാണുന്നത് നാളുകൾക്ക് ശേഷം വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷനായ ദൈവത്തിന്റെ ദൂതൻ യോസഫിനോട് മടങ്ങി വരുവാൻ ആവശ്യപ്പെടുന്നു. ഇതേ സമയം സംഭവിച്ച മറ്റൊരു കാര്യം, തന്നേക്കാൾ 6 മാസം മാത്രം വയസ്സ് കൂടുതലുണ്ടായിരുന്ന യോഹന്നാൻ എന്തുകൊണ്ട് വധിക്കപ്പെട്ടില്ല? യോഹന്നാൻ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടില്ല? രണ്ടാം ക്ഷേത്ര കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ 2ാം ദേവാലയ സമയത്ത് സംഭവിച്ചൊരു കാര്യം, ബാബിലോണിയ സംസ്കാരത്തിന്റെയും പേർഷ്യൻ സംസ്കാരത്തിന്റെയും ഒക്കെ ഒരു കടന്നുകയറ്റം യഹൂദ ജനതയുടെ നടുവിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതേസമയത്ത് ഇങ്ങനെ ഈ വിധത്തിലുണ്ടായ ഈ സമ്മിശ്ര സംസ്കാരത്തിന്റെയും യഹൂദന്മാരിൽ പ്രബലരായിട്ടുള്ള പലരും രാജകീയ അരമനകളിൽ സേവനം ചെയ്യുകയും രാജസ്ഥാനങ്ങളിലുമൊക്കെ അവർക്ക് പ്രവേശനം ലഭിക്കുകയൊക്കെ ചെയ്തതിനാൽ പലപ്പോഴും സംസ്കാരങ്ങളുടെ സങ്കലനങ്ങൾ ഉണ്ടായി. യഹൂദനെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശ്വാസം, തന്റെ ചിട്ടകൾ, തന്റെ നിയമാവലികൾ, തന്റെ ആചാരങ്ങൾ, ഇവയൊക്കെ, തന്റെ രക്തം, ഇവയൊക്കെ സംശുദ്ധമായി എക്കാലവും സൂക്ഷിക്കുവാനുള്ള വല്ലാത്തൊരു വ്യഗ്രത ഈ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവർ വളരെ തീവ്ര സ്വഭാവം ഉള്ളവരായിരുന്നു. എങ്കിലും കാലാന്തരെ ഈ സംസർഗങ്ങൾ നിമിത്തം അവരുടെ ഇടയിലേക്ക് സംസ്കാരങ്ങളുടെ സമ്പന്നതയോടൊപ്പം തന്നെ ഒരു സമ്മിശ്രതയും കടന്നു കയറി എന്നുള്ളത് വാസ്തവമാണ്. ഈ സമയത്ത് തീവ്രമായി മതചിന്തകൾ ഉണ്ടായിരുന്ന, തങ്ങളുടെ രക്തശുദ്ധിയും ആചാരശുദ്ധിയും വിശ്വാസശുദ്ധിയും ഒരുപോലെ സൂക്ഷിക്കുവാൻ വെമ്പൽ കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ജനത്തിന്റെ ഇടയിൽ നിന്നും ഈ സംസ്കാരങ്ങളുടെ ഇടയിൽ നിന്നും മരുഭൂമികളിലേക്കും മലനാടുകളിലേക്കും വാങ്ങിപ്പോയി. ഇങ്ങനെ മരുഭൂമികളിൽ പാർത്തുകൊണ്ട് ഒട്ടക വസ്ത്രങ്ങൾ ധരിച്ച് സാധുഭോജനങ്ങൾ ആചരിച്ചിരുന്ന ഒരു കൂട്ടരാണ് എസ്സീനിയർ. എസ്സീനിയർ അവർ തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചിരുന്നു. അവർക്കിടയിൽ പ്രത്യേകമായ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. 1-ാം വർഷത്തിൽ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി, അവന് വേദപഠനത്തിന്റെ കാലമാണ്. ഈ കാലഘട്ടങ്ങളിൽ അവർ വെള്ളവസ്ത്രങ്ങൾ ധരിക്കും. പിന്നീട് 2-3 വർഷങ്ങൾ അവർക്ക് ആചാരപരമായി, ജ്ഞാനപരമായി ആത്മീയ ഔന്നത്യങ്ങൾ പ്രാപിക്കുവാനുള്ള സമയമാണ്. പിന്നീട് അവരെ ഈ എസ്സീനിയർ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചടങ്ങുണ്ട്. അതിന് ക്രിസ്തീയ വിശ്വാസത്തിൽ സ്വാധീനവുമുണ്ട്. ഇവരുടെ ഭക്ഷണം മറ്റൊരുവൻ പാകം ചെയ്ത ഭക്ഷണം അവർ കഴിക്കില്ല. അതിൽ വിഗ്രഹാർപ്പിതമുണ്ടോ എന്ന് സംശയമുള്ളതുകൊണ്ട് അവർ ആ വിധത്തിലുള്ള ആഹാരങ്ങൾ ഭക്ഷിക്കാറില്ല. ഇവർ മറ്റു ജനത്തിന്റെ ഇടയിൽ അധികം പ്രവേശനം ചെയ്യാറില്ല. സാധാരണ വിവാഹം ചെയ്യാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് എസ്സീനിയർ. എന്നാൽ ഇവരുടെ ഇടയിൽ അവരുടെ സമൂഹം നിലനിൽക്കേണ്ടതിനു വേണ്ടി മാത്രം, പ്രജഗണങ്ങൾ വർദ്ധിക്കേണ്ടതിനും അനുയായികൾ ഉണ്ടാകേണ്ടതിനും മാത്രം വിവാഹം ചെയ്തിട്ടുള്ള ചിലരുണ്ടെന്നും ചില ചരിത്രരേഖകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. റോമൻ ഗ്രീക്ക് അധിനിവേശമുണ്ടാകുമ്പോൾ 2ാമത് യഹൂദന്മാരുടെ ഇടയിൽ പ്രബലപ്പെട്ട ഒരു സമൂഹമാണ് കുമ്രാൻ സമൂഹം. മരുഭൂമിക്കരികെ കുമ്രാൻ ഗുഹകളിൽ പാർത്തുകൊണ്ട് ജനത്തിന്റെ വംശശുദ്ധിയെയും ആചാരനിഷ്ഠകളെയും പാലിപ്പാൻ ശപഥമെടുത്ത് ഒന്നിച്ചു നിന്നവരായിരുന്നു കുമ്രാനിൽ പാർത്തിരുന്ന ഈ സന്യാസി സമൂഹം. റോമൻ ഗ്രീക്ക് വിശ്വാസങ്ങൾ പ്രബലപ്പെട്ടു വരുന്ന കാലം, അവരുടെ ബഹുദൈവ വിശ്വാസം, ആചാരങ്ങൾ, അവരുടെ യാഗവിധികൾ, അവരുടെ ആഭിചാരത്തിന്റെ ചിന്തകൾ, അവരുടെ ജ്യോതിശാസ്ത്രപരവും ദൈവശാസ്ത്രപരവുമായ ചിന്തകൾ, ഇങ്ങനെ ഈ റോമൻ ഭരണകൂടത്തിന്റെ ഗ്രീക്ക് സംസ്കാരത്തിന്റെയും കടന്നുകയറ്റം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ, മക്കാബയരുടെ പുസ്തകത്തിലൊക്കെ പറയുന്ന ഭാഗമാണ്, ഇങ്ങനെ കടന്നുകയറുന്ന ഈ സംസ്കാരത്തിൽ നിന്ന് ജനത്തിന്റെ സംശുദ്ധിയും ആചാരനിഷ്ഠകളും സാംസ്കാരിക സുരക്ഷിതത്വവുമൊക്കെ നടത്തേണ്ടതിനും ഉറപ്പാക്കേണ്ടതിനും ഈ ഉണ്ടായ ഒരു കൂട്ടമാണ് കുമ്രാന്യ കൂട്ടം. ഇവരുടെ ഇടയിലും എസ്സീനിയരെ പോലെ തന്നെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വിശുദ്ധ ജീവിതത്തിനുമൊക്കെ വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇവർ മരുഭൂമികൾ പാർത്ത് സാധാരണ ജനത്തിന്റെ ഇടയിൽ നിന്ന് വളരെ വേർപെട്ടിരുന്നു. യേശു കർത്താവിന്റെ ജനന സമയത്ത് ഈ മഹാവിധി ഉണ്ടാകുമ്പോൾ ചില ചരിത്ര ഭാഗങ്ങളിൽ നാം കാണുന്നത്,
ജോസിഫസിന്റെ പുസ്തകങ്ങളിൽ ഉൾപ്പെടെയുള്ള ചില ചരിത്ര ഭാഗങ്ങളിൽ നാം കാണുന്നത് വൃദ്ധനായിരുന്ന സെക്കരിയാവും എലിസബത്തും തങ്ങൾക്ക് ജനിച്ച കുഞ്ഞുമായി ഈ മരുഭൂമിയിലേക്ക് പ്രയാണം ചെയ്തു. അവർക്ക് അവിടെ ഈ പുരോഹിത വൃന്ദങ്ങളുടെ ഇടയിൽ കുമ്രാനിൽ പാർത്തിരുന്ന എസ്സീന്യ ആചാരങ്ങളുള്ള ചിലരുടെ ഇടയിൽ പ്രവേശനം ലഭിച്ചു എന്നാണ്. ഇങ്ങനെ അവരുടെ ഇടയിൽ അവൻ പാർത്തു എന്ന ചരിത്രമാണ് നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നത്. എന്നാൽ വാർദ്ധക്യം വളരെ ആയിരുന്നതുകൊണ്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥകളും സാഹചര്യങ്ങളും അതിജീവിക്കാൻ കഴിയാതെ അധികം കാലം കഴിയും മുമ്പ് സെക്കരിയാവും എലിസബത്തും മരണമടഞ്ഞു. പിന്നീട് യോഹന്നാനെ വളർത്തിയത് ഈ സന്യാസി സമൂഹം എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന രേഖകൾ. ഇങ്ങനെ ഈ എസ്സീനിയരുടെ ഇടയിൽ അവൻ പാർത്തതിനെ ഒരു പ്രവചന നിവർത്തിയായും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം. അവൻ ഇസ്രയേലിന് തന്നെ കാണിക്കും വരെ താൻ മരുഭൂമിയിൽ ആയിരുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ആ സന്യാസി സമൂഹത്തിന്റെ ഇടയിൽ അവൻ പാർത്തിരുന്നത് കൊണ്ട് അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവരുടെ സംസാരം, അവരുടെ സംഭാഷണ രീതി, അവരുടെ വിശ്വാസത്തിന്റെ സ്വാധീനം യോഹന്നാനിൽ വളരെയധികം കാണുവാൻ കഴിയുന്നുണ്ട്. ഇതേസമയം അവർ മലനാട്ടിൽ പാർത്തിരുന്നത് കൊണ്ട് അധികം രാജകീയമായ സാഹചര്യങ്ങളുടെ കടന്നുകയറ്റങ്ങൾ ഉണ്ടാകാതിരുന്നതിനാൽ യോഹന്നാൻ മലനാട്ടിൽ ഒളിച്ചു പാർത്ത് രക്ഷപ്പെട്ടു എന്ന് ചില വിശ്വാസങ്ങൾ പറയുന്നുണ്ടെങ്കിലും താൻ മരുഭൂമിയിൽ പാർത്തു എന്ന തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ ചരിത്ര ഭാഗത്തോട് യോജിക്കുന്ന ചരിത്രം ഇതുതന്നെയാണ്. എസ്സീനിയരുടെ ഇടയിൽ ഒരാചാരമുണ്ട്. തങ്ങൾ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്ത ഈ വിശ്വാസ പ്രമാണത്തിന് ഉറച്ചു നിൽപ്പാൻ അവർ തീരുമാനിച്ചാൽ പിന്നീടുണ്ടാകുന്നത് ആ ഇടത്തേക്കുള്ള അവരുടെ ഒരു പ്രവേശനമാണ്, ആ സമൂഹത്തിലേക്കുള്ള ഔദ്യോഗികമായ പ്രവേശനമാണ്. അതിനുവേണ്ടി അവർ നടത്തിയിരുന്ന ഒരു കാര്യമാണ് സ്നാനം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എസ്സീനിയർ ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി തങ്ങൾ പഠിച്ച വിശ്വാസത്തെ, തങ്ങൾ പരിശീലിച്ച ജ്ഞാനമുറകളെ, തങ്ങൾ ജീവിക്കുവാൻ ആഗ്രഹിച്ച് ഈ ദിവസങ്ങളിൽ പരിശീലിച്ചു വന്ന ജീവിതചര്യകളെ പിന്തുടരുവാൻ ഒരുവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ വളരെ വെള്ളമുള്ള ഒരിടത്തേക്ക് കൊണ്ടുപോകും. ആ സന്യാസി സമൂഹത്തിൽ വളരെ പ്രായമുള്ള സീനിയറായിട്ടുള്ള ഒരാൾ ഈ മനുഷ്യനെ വെള്ളത്തിൽ നിമഗ്നം ചെയ്യും. അങ്ങനെ ആ സ്നാനത്തിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് ആ മനുഷ്യൻ ആ സ്നാനം നടത്തി പുറത്തു വരുമ്പോൾ സംഭവിക്കുന്നത് തന്റെ പഴയ ജീവിതത്തെ അവൻ ഉപേക്ഷിച്ചിട്ട് തന്റെ പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ഹൈന്ദവാചാരങ്ങളിൽ പറയുന്നത് പോലെ പൂർവാശ്രമം വെടിഞ്ഞ് പുതിയ ഒരു ജീവിത ശൈലിയിലേക്കുള്ള ഒരു പ്രവേശനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ടാകാം മൂർച്ചയുള്ള വാക്കുകളോടുകൂടെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരുന്ന യോഹന്നാൻ മാനസാന്തരപ്പെട്ടവരെ പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തെ സ്വീകരിക്കുവാൻ സ്നാനമെന്ന കർമ്മം ചെയ്യിച്ചതെന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപദേശം അവർക്ക് നൽകിക്കൊടുത്തു എന്നാണ് ചരിത്രത്തിന്റെ പിൻബലത്തോടെ വേദപഠിതാക്കൾ, വേദശാസ്ത്രിമാർ പലപ്പോഴും ഉന്നയിക്കുന്നത്. ഈ സന്യാസി സമൂഹത്തിൽ തനിക്ക് പാർക്കുവാൻ അവസരം ലഭിച്ചതുകൊണ്ട് ഹേരോദാവിന്റെ വധത്തിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന സിംഹനാഥമായി, അതോടൊപ്പം തന്നെ നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും അന്നത്തെ പരീശ പ്രാമാണിത്യങ്ങളെയും അധികാര സ്ഥാനങ്ങളെയും വിറപ്പിക്കുന്ന അസാധാരണമായ ഒരു വ്യക്തിയായി യോഹന്നാൻ മാറി. ആയുസ്സിന്റെ ദൈർഘ്യം വളരെ കുറവാണ്, ആയുസ്സിന്റെ നീളം വളരെ കുറവാണ്. അത്ഭുതങ്ങളുടെ ശൃംഖലകൾ അവനെക്കുറിച്ചൊന്നും പറയുവാനില്ല. എങ്കിലും യേശു കർത്താവ് അവനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം, അവൻ കത്തിജ്വലിച്ച ഒരു വിളക്കെന്നും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്നുമാണ്. ജീവിതത്തിന്റെ ദൈർഘ്യമല്ല, ജീവിതത്തിന്റെ മൂല്യമാണ് ഒരുവനെ ശ്രേഷ്ഠനാക്കുന്നത്. ഉത്തമ ഉദാഹരണമായി യോഹന്നാനും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇനിയും കാണാത്ത കഥകളും കേൾക്കാത്ത ചരിത്രങ്ങളും ഒക്കെയായി വീണ്ടും കാണും വരെയും BC Talk സൈനിങ് ഓഫ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, പിന്തുണയ്ക്കുവാൻ മറക്കരുത്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള, കേൾക്കുവാൻ ആഗ്രഹമുള്ള, വിവരണങ്ങൾ ആവശ്യമുള്ള ചരിത്രഭാഗങ്ങളെ കമന്റ് ചെയ്യാം. അതിൽ നിന്ന് സമയത്തിന്റെ ലഭ്യതയനുസരിച്ച്, പഠനത്തിന്റെ സ്രോതസ്സുകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് പുതിയ പുതിയ വിഷയങ്ങളുമായി വീണ്ടും എത്തും വരെയും BC Talk സൈനിങ് ഓഫ്. വീണ്ടും കാണാം.